മലപ്പുറം പുൽപ്പറ്റ പഞ്ചായത്തിലെ കാരപ്പറമ്പിൽ ചട്ടം ലംഘിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നതായി ആരോപണം. പെൻഷൻ ഗുണഭോക്താക്കളെ UDF ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് പണം നൽകുന്നത് എന്നാണ് വിവരം. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പരി എത്തിക്കാൻ 25 ഉറുപ്പിച്ച് വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പ്യ വാങ്ങിണു, എന്റെ ബാങ്ക് 30 ഉറുപ്പ്യ വാങ്ങിയില്ലേ? ജയിലിയൊപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ല. ഐ ആം ആസ്കിംഗ് ടു ഹിം, നോട്ട് ഓൺ യു. ഓക്കെ, സർക്കാർ ജിയോ എന്താ? സർക്കാർ ജിയോ എന്താ? ഗവൺമെന്റ് ഓർഡർ. ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിക്കുന്ന ഇയാളോടാണ്. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരാ ചോദിച്ചത്. എന്താണ് സർക്കാരിന്റെ ഓർഡർ? CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. പുൽപ്പറ്റയിലെ തെരഞ്ഞെടുപ്പ് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഈ പെൻഷൻ വിതരണം നടന്നിട്ടുള്ളത്. ഇത് ചട്ടം ലംഘിച്ചു തന്നെയാണ് എന്നാണ് ഇടതുപക്ഷ പ്രവർത്തകർ ആരോപണമായി ഉന്നയിക്കുന്നത്. അതായത് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവിടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് വലിയ തോതിൽ തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് അവിടെ നിന്ന് വിതരണം ചെയ്യുന്നതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇതിന് വിശദീകരണമായിട്ട് UDF പറയുന്നത് ബാങ്ക് ജീവനക്കാരന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഇത്തവണ എല്ലാവരും അങ്ങാടിയിലേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം വാട്സപ്പ് വഴി നൽകുകയായിരുന്നു ഉണ്ടായത്. ഇത് അത്തരത്തിലൊരു സംഭവമാണ് എന്ന തരത്തിലാണ് UDFന്റെ ഭാഗത്തുള്ള വിശദീകരണം ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെയാണ് ഈ ഒരു പെൻഷൻ വിതരണത്തെ UDF ഇവിടെ പുൽപ്പറ്റയിൽ മാറ്റിയിരിക്കുന്നത് എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് LDF ഉന്നയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് LDF പ്രദേശത്തേക്ക് ജനകീയ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.